വെൽക്കം ടു മൈ ചാനൽ ആയാത്തുൽ ഖുർആൻ. അധ്യായം 104 സൂറത്തുൽ ഹുമസ. ഈ സൂറത്ത് മക്കയിൽ അവതരിച്ചതും ആദ്യകാല സൂറത്തുകളിൽ ഒന്നുമാണ്. പരദൂഷകനും അപകീർത്തിപ്പെടുത്തുന്നവനും പിശുക്കനും ജ്വലിക്കുന്ന അഗ്നിയിൽ എറിയപ്പെടും. ഇസ്ലാമിന് മുമ്പുള്ള കാലത്ത് ഭൗതികമായി സമ്പത്ത് പൂഴ്ത്തിവെക്കുന്നവരുടെ ഇടയിൽ നിലനിന്നിരുന്ന തിന്മകളെ ഈ സൂറത്ത് അപലപിക്കുന്നു. തങ്ങളുടെ സമ്പത്തിലും പദവിയിലും അന്ധരായി അനന്തരഫലങ്ങളില്ലാതെ മറ്റുള്ളവരെ കുറിച്ച് മോശമായി സംസാരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ശക്തമായ മുന്നറിയിപ്പായിട്ടാണ് സൂറത്തുൽ ഹുമസ ഇറങ്ങിയത്. അടുത്ത ജന്മത്തിൽ നീതി ലഭിക്കുന്നതിൽ നിന്ന് ഒരു സമ്പത്തിനും അവരെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് ഇത് അവരെ ഓർമ്മിപ്പിക്കുന്നു. സൂറത്തുൽ ഹുമസയുടെ അർത്ഥം എന്താണെന്ന് നോക്കാം. വിധി ദിനത്തിലും മരണാനന്തര ജീവിതത്തിലും പണം ആരെയും രക്ഷിക്കില്ല എന്നതാണ് സൂറത്തിന്റെ അർത്ഥം. മറ്റുള്ളവരെ ദ്രോഹിക്കുക, അപമാനിക്കുക, അപകീർത്തിപ്പെടുത്തുക എന്നിവ ചെറുതായി എടുക്കേണ്ട ഒന്നല്ല. ഈ സൂറത്ത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മരണാനന്തര ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ള മുന്നറിയിപ്പുമായിട്ടാണ് സൂറത്തുൽ ഹുമസ വന്നിട്ടുള്ളത്. ഇനി ഈ സൂറത്ത് ഓതിയാലുള്ള നേട്ടങ്ങൾ നോക്കിയാലോ. നിത്യജീവിതത്തിലെ ഫർദ് നിസ്കാരത്തിൽ എല്ലാ നിസ്കാരത്തിലും ഈ സൂറത്തുൽ ഹുമസ ഓതുന്നവർക്ക് അള്ളാഹു പ്രതിഫലം നൽകും. അവൻ അവന്റെ ദാരിദ്ര്യം നീക്കി ഉപജീവനം എളുപ്പമാക്കുകയും അപകട മരണത്തിൽ നിന്ന് അവനെ സംരക്ഷിക്കുകയും പരിഹസിച്ചവരുടെ എണ്ണത്തിന് തുല്യമായ പുണ്യം നൽകുകയും ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ഹുമസ. കുത്തുവാക്ക് പറയുന്നവനും അവഹേളിക്കുന്നവനുമായ ഏതൊരാൾക്കും നാശം. അതായത് ധനം ശേഖരിക്കുകയും അത് എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവന്. അവന്റെ ധനം അവന് ശാശ്വത ജീവിതം നൽകിയിരിക്കുന്നു എന്ന് അവൻ വിചാരിക്കുന്നു. നിസ്സംശയം അവൻ ഹുതമയിൽ എറിയപ്പെടുക തന്നെ ചെയ്യും. ഹുതമ എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? അത് അള്ളാഹുവിന്റെ ജ്വലിപ്പിക്കപ്പെട്ട അഗ്നിയാകുന്നു. ഹൃദയങ്ങളിലേക്ക് കത്തിപ്പടരുന്നതായ. തീർച്ചയായും അത് അവരുടെ മേൽ അടച്ചു മൂടപ്പെടുന്നതായിരിക്കും. നീട്ടിയുണ്ടാക്കപ്പെട്ട സ്തംഭങ്ങളിലായിക്കൊണ്ട്.